ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്ലേറ്റഡ് ആയിട്ട് ഐറ്റംസും അതുപോലെ തന്നെ പ്ലേറ്റഡ് അല്ലാത്ത ഐറ്റംസും ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് റീസ്റ്റോക്ക് ചെയ്തതും ഉണ്ട്, അതല്ലാതെ നമുക്ക് പുതിയതായിട്ട് വന്ന ഐറ്റംസും ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമുക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ഐറ്റമാണ് ഇതായത് നമ്മുടെ ജം റിങ് പ്ലേറ്റഡ്. അല്ലാതെ നമ്മൾ നോർമലി വരുന്നുണ്ട്, നമ്മൾ തൂക്കിയെടുക്കുന്നതാണ്. 5 ഗ്രാം 10 ഗ്രാം വെച്ച് അങ്ങനെ തൂക്കിയെടുക്കുന്നതാണ്. ഇതിപ്പോൾ ഇതുപോലെയാണ് നമുക്കിങ്ങനെ റിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. കണ്ടോ ഇതുപോലെ. അപ്പം നമ്മളിത് ഓരോ പീസ് അങ്ങനെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ തരുന്നത് ഇതുപോലെയാണ്. ഇതുപോലെ ഒരു പീസായിട്ടാണ് ഏകദേശം ഒരു 20 റിങ്ങാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്താണ് എടുക്കുന്നത്. റിങ് നോക്കിയിട്ട് ഇതുപോലെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ റിങ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്ലേറ്റഡ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ റിങ്ങാണ്, 20 റിങ്ങായിരിക്കും ഒരു ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12 രൂപയാണ് കേട്ടോ. ഇതുപോലെ ഒരു പീസിന് 12 രൂപ. പിന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് W കൊളുത്ത്. അത് നമുക്കിപ്പോൾ കുറച്ചുകൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രൈസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 രൂപയാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ എസ് ലോക്കും ഉണ്ട്. എസ് ലോക്കും നമുക്ക് പീസ് റേറ്റ് 8 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ്. കുട്ടികളുടെ പാദസരത്തിൻ്റെ ലോക്കാണ് കേട്ടോ. കുട്ടികളുടെ തന്നെയല്ല, വലിയവരുടെയും പാദസരത്തിൻ്റെ ലോക്കാണിത്. ഇതുപോലെയാണ്. ഇത് പ്ലേറ്റഡ് ആണ്. ഇത് നമുക്ക് പെയറിന് 22 രൂപയാണ് വരുന്നത്. ഇങ്ങനെയാണോ? 22 രൂപയാണ് ഇത് ഇങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ റിങ്ങും കൊളുത്തും കൂടി വരുന്നത് ഇതുപോലുള്ളത്. ഇതും നമുക്ക് ഇത് പ്ലേറ്റഡ് ആണ്. ഇതിപ്പോൾ കുറച്ച് പീസിലോട്ടോ, ബാക്കിയൊക്കെ തീർന്നു. അല്ല ഇനിയിപ്പോൾ സാധാരണ നോർമലി ഉള്ളത് ഇത് നമുക്ക് 10 രൂപയാണ് പീസ് വരുന്നത്. പ്ലേറ്റഡ് ആയതുകൊണ്ട്. അല്ലാതെ ആണെങ്കിൽ 5 രൂപയാണ് പീസ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുറച്ച് പീസേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ഫ്ലവർ സ്റ്റഡാണ്. സാധാരണ കേട്ടോ, സാധാരണ നോർമലാണ് ഫ്ലവർ സ്റ്റഡ്. ഇത് നമുക്ക് പെയറാണ് വരുന്നത്. പ്രൈസ് 10 രൂപയാണ് കേട്ടോ. പെയറിന് 10 രൂപ റേറ്റാണ്. പിന്നെ നമ്മുടെ കമ്മലിൻ്റെ റിങ്ങാണ് കേട്ടോ. ഇതിൻ്റെ ഗോൾഡൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ സിൽവറും കൂടി വന്നിട്ടുണ്ട്. ഗോൾഡൻ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. സിൽവർ ഉണ്ട്. ഇതുപോലെയാണ്. ഇത് നമുക്ക് ഇതുപോലെ പെയറിന് 12 രൂപയാണ് കേട്ടോ വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ഇതുപോലുള്ള നമുക്ക് ചെയിനാണ്. ഇത് നമുക്കൊരു 3 ഐറ്റം, ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണമല്ല, ഈ ഒരു ഐറ്റത്തിൽ തന്നെ നമുക്ക് 3 യൂസ് ഉണ്ട്. അതായത് നമുക്കിത് വെച്ച് തന്നെ പാദസരം ചെയ്തെടുക്കാൻ പറ്റും. പാദസരം ഇതുപോലെയുള്ളതുണ്ട്. ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പാദസരമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, 2 പീസ്. ഇത് ഒരെണ്ണമാണ്. 2 ലെയറിലായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ 2 ലെയറാണ്. അപ്പോൾ ഇതുപോലുള്ള 2 പീസ് നിങ്ങൾ എടുത്താൽ കുട്ടികൾക്ക് പാദസരമായിട്ട് യൂസ് ചെയ്യാം. ഇത് പാദസരം ഇതിൻ്റെ തന്നെ പീസാണ് കേട്ടോ. അതായത് ഇങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാദസരമായിട്ട് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പീസിന് 25 രൂപ വരുന്നുള്ളൂ. അപ്പോൾ 2 എണ്ണത്തിന് 50 രൂപ നിങ്ങൾക്ക് വരുന്നുള്ളൂ കേട്ടോ പാദസരമായിട്ട് എടുക്കുവാണെങ്കിൽ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പാദസരം, അതുപോലെ തന്നെ ഇത് നമുക്ക് ബ്രേസ്ലെറ്റും ആയിട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, ഒരുപാട് ലെങ്ത് വന്നിതാ പറഞ്ഞാൽ കുട്ടികളുടെ പാദസരത്തിനെ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ അങ്ങനെയും ഇടാം കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തേത്. പിന്നെ വരുന്നത് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ്. ബാക്കിൽ ഹുക്കും റിങ്ങും വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അവിടെ എന്തെങ്കിലും ബ്ലോക്കറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു ചെറിയ കുട്ടികൾക്ക് കേട്ടോ നെക്കോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന രീതിയിൽ നമുക്ക് മാലയായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്ലേറ്റഡ് അല്ല. പിന്നെ വരുന്നത് ഇതിൻ്റെതായതുപോലെ കെട്ടുകമ്പി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബീഡ്സിൻ്റെ കളർ പോകത്തില്ല. ഇതിൻ്റെത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം പ്ലേറ്റഡ് അല്ല. പിന്നെ ഇത് കെട്ടുകമ്പി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമുക്ക് ഫ്യൂസ് സ്റ്റാറിൻ്റെ സിൽവർ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സിൽവറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.